കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഭവനരഹിതരില്ലാത്ത മഞ്ചേരിക്കും കുടിവെള്ളത്തിനും പ്രാധാന്യം നൽകി മഞ്ചേരി നഗരസഭ 2025-26 വർഷത്തെ വാർഷിക ബജറ്റ് 145,85,52,241 രൂപ വരവും 140,16,25,341 രൂപ ചിലവും 5,69,26,900 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ VP ഫിറോസ് അവതരിപ്പിച്ചത്. ഫുട്ബോളിന്റെ ഈ ജില്ലമായ മഞ്ചേരിയുടെ കായിക വികസനത്തിനായി പയ്യനാട്, പട്ടർപ്പുറം, കിടങ്ങൽ, ഈമൂർ, മുള്ളമ്പാറ എന്നിവിടങ്ങളിൽ വർഷം പദ്ധതി ഉൾപ്പെടുത്തി 1,20,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. പൊതുഭരണം ജനകാര്യം ഏറെ സൗകര്യപ്രദമായ നമ്മുടെ ഓഫീസിൽ പൊതുജനങ്ങൾക്ക് ഇരിക്കുന്നതിനും കൗൺസിലർമാർക്ക് ഇരിക്കുന്നതിനും വേണ്ടത്ര സൗകര്യമില്ലാത്തതിനാൽ ആയത് പരിഹരിക്കുന്നതിനായി ഇരിപ്പിട സൗകര്യം ഒരുക്കുന്നതിന് 2,00,000 സ്ത്രീ ശാസ്ത്രീകരണം, വേട്ടയെ പ്രോത്സാഹിപ്പിക്കുന്ന ഓലയിൽ സ്ത്രീ സംരംഭത്വം, കെട്ടിട നിർമ്മാണത്തിനും ഉപകരണങ്ങൾ വാങ്ങുന്നതിനുമായി 98 ലക്ഷം രൂപ. ഭൂമിയുള്ള എല്ലാവർക്കും ഭവനവും ഭൂമിയില്ലാത്ത അതിദരിദ്രർക്ക് ഭൂമിയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അതിദരിദ്രർക്ക് സ്ഥലവും വീടും നൽകുന്നതിന് 2 കോടി രൂപയും PMAY നഗരസഭാ വിഹിതമായി 1 കോടി രൂപയും വകയിരുത്തി. SC വിഭാഗത്തിന് വീടും ഭൂമിയും അനുവദിക്കുന്നതിന് 1.27 കോടി രൂപയും PMAY വിഹിതമായി 85 ലക്ഷം രൂപയും നീക്കിവെച്ചു. പൊതുവിഭാഗം വീട് റിപ്പയറിന് 50 ലക്ഷവും SC വിഭാഗത്തിന് 50 ലക്ഷവും വകയിരുത്തി. എല്ലാവർക്കും ശുദ്ധജല വിതരണം ലക്ഷ്യമിട്ട് നഗരസഭ നടപ്പിലാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിക്കായി നഗരസഭാ വിഹിതമായി 2.80 കോടി അനുവദിച്ചു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള 26 കോടി രൂപയുടെ പദ്ധതിയാണിത്. നഗരസഭാ പരിധിയിലെ തോടുകളുടെ സംരക്ഷണത്തിനായി നഗരസഞ്ചയം പദ്ധതിക്കായി 5 കോടി രൂപ നീക്കിവെച്ചു. നറുകര പാറക്കുളം രാമൻകുളം റോഡ് നവീകരിച്ച് മിനി ബൈപ്പാസ് നിർമ്മാണം, ചെരണി പുല്ലൂർ മിനി ബൈപ്പാസ്, പട്ടർകുളം കൊടക്കല്ല് റോഡ് എന്നിവയ്ക്കായി 35 ലക്ഷം രൂപ നീക്കിവെച്ചു. വലിയട്ടിപ്പറമ്പ് പാലിയേറ്റീവ് ക്ലിനിക്കിന് തുടർച്ചയായി തുറക്കൽ ബാപ്പുട്ടി ബൈപ്പാസ് വരെ ഡ്രെയിനേജ് നിർമ്മാണത്തിന് 25 ലക്ഷം രൂപയും നഗരസഭയുടെ വിവിധ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കായി 3.67 കോടി രൂപയും നീക്കിവെച്ചു. നഗരസഭയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നതിനായി 1.5 കോടി രൂപയും പരിരക്ഷാ പ്രവർത്തനങ്ങൾക്ക് 35 ലക്ഷം രൂപയും ഡയാലിസിസ് കിറ്റ് വിതരണം, അവയവം മാറ്റിവെച്ചവർക്ക് മരുന്ന് വിതരണം എന്നിവയ്ക്കായി 50 ലക്ഷം രൂപയും നീക്കിവെച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ജീവന്റെ ആരോഗ്യം എന്ന പേരിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടപ്പാക്കുന്നതിന് 2 ലക്ഷം രൂപയും നീക്കിവെച്ചു. ശിഹാബ് തങ്ങൾ സ്മാരക ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് വിട്ടുകിട്ടുന്ന മുറയ്ക്ക് സ്ഥലവും കെട്ടിടവും നിർമ്മിക്കുന്നതിന് 2 കോടി രൂപ അനുവദിച്ചു. മുഴുവൻ സർക്കാർ സ്കൂളുകളിലും സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് 1 കോടി രൂപ, സ്കൂളുകൾ ഹൈടെക് ആക്കുന്നതിന് 1 കോടി രൂപയും വകയിരുത്തി. SC വിദ്യാർത്ഥികൾക്ക് പഠനമുറികളും പഠനോപകരണങ്ങളും നൽകുന്നതിന് 50 ലക്ഷം രൂപയും സിവിൽ സർവീസ് പോലുള്ള പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് സംവിധാനം ഒരുക്കുന്നതിന് 5 ലക്ഷം രൂപയും വകയിരുത്തി. പുഴങ്കാവ് പുഴയോര പാർക്ക്, താമരശ്ശേരി നെടുകപ്പാറ പാർക്ക്, പയ്യനാട് വയോജന പാർക്ക്, ആലിമുസ്ലിയാർ സ്മാരക പാതയോരം പാർക്ക് എന്നിവയ്ക്കായി 21 ലക്ഷം രൂപയും നെല്ലിക്കുത്ത്, കിഴക്കേത്തല, മിസിരി എന്നിവിടങ്ങളിൽ ഓപ്പൺ ജിം നിർമ്മാണത്തിന് 15 ലക്ഷം രൂപയും വകയിരുത്തി. നിർമ്മാണം പുരോഗമിക്കുന്ന ബസ് ബെംകം ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർത്തീകരണത്തിന് 5 കോടി അനുവദിച്ചു. ഈ കെട്ടിടത്തിന് മഞ്ചേരിയുടെ ചരിത്രം പറയുന്ന കവാടവും ചുറ്റും കട്ടവിരിക്കുന്നതിനും ഹാൻഡ് റെയിൽ സ്ഥാപിക്കുന്നതിനും 25 ലക്ഷം രൂപയും നീക്കിവെച്ചു. ആശമാർക്ക് നിലവിൽ നൽകിവരുന്ന ഓണറേറിയത്തിനും ഇൻസെന്റീവിനും പുറമെ പ്രതിമാസം 1,500 രൂപ കൂടി നൽകും. 62 ആശമാർക്ക് തുക അനുവദിക്കുന്നതിന് 12 ലക്ഷം രൂപ അനുവദിച്ചു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.